LDF തുടർ ഭരണം ആഗ്രഹിക്കുന്നത്. UDF നമ്മൾ LDF ജയിക്കുന്ന ധാരണയാണ്. UDF മൂന്നാം തവണ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയൊന്നും പറയണ്ടല്ലോ നമുക്ക്. അതാണോ ജനാധിപത്യം? ഇവിടെ തൊഴിലിന് പോകാണ്ട് ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? അറിയില്ല സുഹൃത്തുക്കളോട് തുടർഭരണം കുഴപ്പമില്ല, എന്നാലും മാറ്റം നല്ലതാണ്, അനിവാര്യമാണ്. ഭരണമാറ്റം വരണമെന്നുണ്ട്, പക്ഷെ വരുന്നത് കോൺഗ്രസ് ആണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വേണ്ടെന്ന് തോന്നുന്നു. UDF നല്ല കറക്റ്റായ പ്രവർത്തനം. അത് നമ്മളെ പാർട്ടിനല്ലേ, ഭാരത് പാർട്ടി. നമ്മളിപ്പോൾ നിലവിലുള്ള പാർട്ടി ഭരണം നാട്ടില് നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല, വികസനങ്ങളുണ്ട്, ജയിച്ചാ മതി. UDF ആണ് സാധ്യത. എന്തുകൊണ്ട് ഇതൊക്കെ 10 വർഷമായില്ല ഓല് ഭരിക്കുന്നത്. ഇനിയൊരു മാറ്റം ആവശ്യമാണ്. വികസനം ഇല്ലായിട്ടല്ല, ഓൽക്കനുസരിച്ചൊക്കെ ഓല് ചെയ്തിക്ക്, എന്നാലും ഒരു മാറ്റം നല്ലതാ. LDF റിയാസ് ഭരിക്കും. അത് നല്ല ഭരണമാണ്. പാവപ്പെട്ടവർക്കൊക്കെ വളരെ രസമുണ്ട്. നമ്മളവിടുത്തെ റോഡുകൾ അത് ഇതൊക്കെ നന്നാക്കി നല്ല സുഖമുള്ളൊരു ഭരണം. വയസ്സന്മാർക്ക് പൈസയും കിട്ടും, അത്യാവശ്യം മരുന്ന് പാവപ്പെട്ട ആരും ഒന്നും കൊടുക്കാനില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. ഓർക്കൊക്കെ ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടുമ്പോൾ നല്ലൊരു സഹായം. അത് രണ്ടാൾക്കാരും തുല്യരായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെക്കാട്ടിയും നല്ല ടൈറ്റ് ബേപ്പൂരാണ്. LDF ജയിക്കും, നല്ല ഭരണമാണ്, നല്ല സർക്കാരാണ്. അങ്ങനെ ഒന്നും തീരുമാനം ആയിട്ടില്ല. രാഷ്ട്രീയല്ല പ്രത്യേകിച്ച്, എല്ലാവരും ഒരേപോലെ തന്നെ, അതുകൊണ്ട് തന്നെ എന്തോ വന്നെന്ന് പറഞ്ഞാലും ശരി, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്വന്തം കീശന്ന് പൈസ എടുത്ത് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ജനങ്ങളുടെ നികുതിപ്പണം എടുത്തിട്ടല്ലേ ചെയ്യുന്നത്. സർക്കാർ എന്ത് ചെയ്യുന്നു? UDF എന്നല്ല ഞാൻ പറയുന്നത്, BJP എന്നല്ല ഞാൻ പറയുന്നത്, നന്നായിട്ട് ഭരിക്കാൻ കഴിവുള്ള വ്യക്തികൾ പറഞ്ഞു. LDF തുടർ ഭരണം ആഗ്രഹിക്കുന്നത്. പെൻഷൻ കിട്ടുന്നു, പിന്നെ വീടിന്റെ എല്ലാ കാര്യങ്ങളും പെൻഷനാ മൊത്തത്തിൽ വേണ്ടത്, അത് കിട്ടുന്നുണ്ട്. UDF ഫുള്ള് സ്വർണ്ണക്കൊള്ളൊക്കെ അല്ല നടക്കുന്നത്, അഴിമതി. പിണറായിക്ക് ഒരു എന്താ പറയാ, ഒരു മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം വരെ ഉത്തരം പറയാനുള്ള ഇതില്ല, ധൈര്യമില്ല. അധികാരം മാറ്റം ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ UDF അധികാരത്തിലെത്തും. ഫുള്ള് അഴിമതിയാ, പറ്റ മോശമാണ്. ഇല്ല, വിവാദങ്ങൾ ഒറ്റ ഭാഗത്തുള്ളൂ, വേറെ കെട്ടിച്ചമക്കാണ്. ഇവിടെ 600 റുപ്യ പെൻഷൻ കൊടുക്കാണ്ട് ഇട്ടിച്ച് പോയാലാണ് ഇപ്പൊ 2000 കൊടുക്കുന്നത്. ഒരു വീട്ടില് പിന്നെ പെണ്ണുങ്ങൾക്ക് 1000, പിന്നെ അമ്മക്ക് 2000, ബാപ്പക്ക് 2000, 5000 റുപ്യായി ഒരു വീട്ടില് പെൻഷൻ. 600 റുപ്യ കൊടുക്കാൻ കഴിയാത്തവർക്ക് 3000 കൊടുക്കാൻ കഴിയോ? അപ്പൊ അതിനാണ് പറഞ്ഞത് ഭരണം മാറ്റം വന്നിട്ട് കാര്യം. പവർ കട്ട് 10 കൊല്ലായിട്ടില്ല ഇവിടെ. പിന്നെ പെരുന്നാരാവിന് കറണ്ട് പോയിട്ടാ വെള്ളയിൽ ഗാന്ധി റോഡ് ഇലക്ട്രിസിറ്റി അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞ് 600 ആളെ പേരിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ കേസെടുത്ത്. ഇതൊക്കെ നമ്മൾ അനുഭവത്തിലുള്ള, അതിനെക്കൊണ്ട് ഒരു മാറ്റം ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം. ഈ സ്വർണ്ണത്തിന്റെ മാത്രം പറഞ്ഞ് ഈ 5 കൊല്ലം 10 കൊല്ലം വികസനം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ജനങ്ങളുടെ ഇടയിൽ വെക്കേണ്ടത്. MLA എന്ത് ചെയ്ത്, MP എന്ത് ചെയ്ത്, പിന്നെ മന്ത്രി എന്ത് ചെയ്ത്, അതാണ് ജനങ്ങളെ മുന്നേ വെക്കേണ്ടത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് മോളെ ഓരോരുത്തരുടെ മനസ്സിലല്ലേ. എന്റെ മനസ്സിൽ ഒരു രാഷ്ട്രീയക്കാരനുണ്ട്. എന്ത് ജനാധിപത്യം? ഇവിടെ എന്ത് ജനാധിപത്യം നടക്കുന്നത്? ആളുകളെ കട്ടുപിടിപ്പിക്കല്ലേ. അതാണോ ജനാധിപത്യം? ഇവിടെ തൊഴിലിന് പോകാണ്ട് ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ഒരു സർക്കാർ വന്നിട്ട് കാര്യമില്ല, ഇവിടെ നയിച്ചാ ജീവിക്കാം, അത്രേ ഉള്ളൂ. കോൺഗ്രസ് ജയിക്കട്ടെ, ഭരണം മാറി ചിന്തിക്കട്ടെ. ഭരണമാറ്റം എന്തായാലും വേണമല്ലോ. വാഗ്ദാനങ്ങള് അതിപ്പോ ആരും വന്നിട്ടും കാര്യം ഉണ്ടാവില്ല. എല്ലാരും വാഗ്ദാനങ്ങൾ മാത്രമല്ല, കൊല്ലങ്ങളായിട്ട് വാഗ്ദാനങ്ങൾ മാത്രമല്ല എല്ലാരും കൊടുക്കുള്ളൂ. മാറ്റി ചിന്തിക്കട്ടെ. ഇവിടെ LDF ജയിക്കും. നല്ല ഭരണല്ലേ കാഴ്ചവെച്ചത്. എന്താ കുറവ്? എന്താ പറയാനുള്ളത് ജനങ്ങൾക്ക്? ഇതുപോലത്തെ ഒരു ഭരണം ഇനിയില്ല, ഇനി പോയിട്ടുണ്ടെങ്കിൽ വേറെ കിട്ടൂല കേട്ടോ. ഇവിടെ UDF ജയിക്കണം, ഒരു മാറ്റം വരണല്ലോ. അതെന്തായാലും ഓരോ വർഷം 5 വർഷം കൂടുമ്പോൾ ഒരു മാറുമ്പോഴല്ലേ ഒരു ചേഞ്ച് വരുള്ളൂ. ഏത് വർഷം വരും 100%. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ 10 വർഷം വളരെ കേരളത്തിൽ എല്ലാവർക്കും സമാധാനം ഉണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ 10 വർഷത്തിന്റെ ഇടയിൽ വർഗീയ കലാപങ്ങളോ മറ്റുള്ളതൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ സുരക്ഷിതാണ് ഇപ്പോൾ അവിടെ, അല്ലേ? വേറെ കുഴപ്പങ്ങളൊന്നും നമുക്കില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുള്ളത്. UDF അത് സ്വർണം കട്ടെന്നൊക്കെ പറയണത്. പിന്നെ കുറെ റോഡിന്റെ വികസനം ഇല്ല ഇവിടെ. പാവങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഇവിടെ മോശമൊന്നുമല്ല, എന്നാലും മോശം ഉണ്ട്. പാവങ്ങളെല്ലാം നടക്ക, ദേശക്കാരെടുത്ത് പോലല്ലോ. ഞാൻ ഹിന്ദുവും അല്ല, മുസ്ലിമും അല്ല, ക്രിസ്ത്യാനിയും അല്ല. LDF നമ്മളെ മുഖ്യമന്ത്രി സൂപ്പർ അല്ലേ, നല്ല വാഗ്ദാനങ്ങളും പാലിച്ചിക്കണ്, പറയണതൊക്കെ ഒന്ന് ചെയ്തേക്കണ്. ചൂരൽമല തന്നെ നോക്കിയാ പോരെ, 178 വീട്
നിർമ്മിച്ചു കൊടുത്തില്ലേ? ഈ 10 കൊല്ലം കൊണ്ട് എന്തൊക്കെ സംഗതികൾ ഇവിടെ വന്നു കഴിഞ്ഞു, അതൊക്കെ തരണം ചെയ്ത് വീണ്ടും മുന്നേറി. തുടർഭരണം ആർക്കാലും വേണ്ടെന്നാണ് നമ്മളൊരു അഭിപ്രായം. ഇനി അതിപ്പോ നമ്മൾ ഓരോ കാര്യങ്ങളും അറിയുന്നുണ്ടല്ലോ, വിവാദങ്ങളും ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ. ഇടതുപക്ഷം ജയിക്കും. അഴിമതിയിലത് നല്ല ഭരണമാണ്. കേരളം ഭരിക്കാനുള്ള കപ്പാസിറ്റി മറ്റവർക്കില്ല. LDF ജയിക്കും. പ്രാവശ്യം കോൺഗ്രസ് ജയിക്കണമെന്നാണ് വിജയിക്കുന്നത്. ഒരു മാറ്റം നല്ലതാണ്. നമ്മളൊക്കെ CPI ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഭരണം മാറ്റം നല്ലതാണല്ലോ. ആര് ഭരിച്ചാൽ നമുക്ക് ഒരു മെച്ചമില്ല. ആരാന്നറിയില്ല, ആരെങ്കിലും ജയിക്കട്ടെ. ആര് ജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അതെന്താ? 10 വർഷത്തിലായിട്ട് ഈ കേരളത്തിന്റെ വികസനം തന്നെ ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു മന്ത്രിന്റെ പേരിലോ ഏതെങ്കിലും ഒരു MLA പേരിലോ എന്തെങ്കിലും ഒരു അഴിമതി പ്രതിപക്ഷത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ ശബരിമല വിഷയമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിന്റെ സത്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഈ പ്രാവശ്യം എല്ലാ ആളുകളും മാറി ചിന്തിച്ച് ഇടതുപക്ഷത്തിന് നല്ല സുഖസുന്ദരമായിട്ട് ചെയ്യും. വീണ്ടും പിണറായി നയിക്കുന്ന മന്ത്രിസഭ കേരളത്തിൽ വരും. കോൺഗ്രസ് ജയിച്ചിട്ട് കർണാടകയില് ബസ്സിന് പൈസ ഫ്രീ ആണ്. ചുരൽമല വീടൊന്നും ആയില്ല, സർക്കാരിന്റെ വീടുകളാണ് അവിടെ ഉണ്ടായത്. അപ്പൊ മുസ്ലിം ലീഗിന്റെ ആണല്ലോ കാര്യമായിട്ട് വന്നിട്ടുള്ളൂ. മറ്റേ ബാക്കിയുള്ളതൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പൊ വരും. കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ വീടുകൾ വരും അവിടെ. പ്രാവശ്യം UDF ജയിക്കുന്ന തോന്നുന്നു. എന്തുകൊണ്ട് അങ്ങനെയാണെന്ന് ചോദിച്ചാല് LDF ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വികസനം ഇനിയും വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. രണ്ടുപേർക്കും തുല്യ സാധ്യതയായിട്ടാണ് തോന്നുന്നത്. കോമ്പറ്റീഷൻ ടൈറ്റ് ആണ്. ഭരണമാറ്റം വരണമെന്നുണ്ട്, പക്ഷെ വരുന്നത് കോൺഗ്രസ് ആണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വേണ്ടെന്ന് തോന്നുന്നു. ഈ LDFന്റെ ഭരണത്തില് വികസനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അഴിമതിയും കോൺഗ്രസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പക്ഷെ അവരുടെ ഒരു എന്താ പറയാ അഹങ്കാരോ ഒക്കെ കാണുമ്പോൾ നമ്മൾ LDF ജയിക്കുന്നുള്ള ധാരണയാണ് നമ്മൾ. എത്ര ഹോസ്പിറ്റല്, എത്ര സ്കൂളുകള്, വയനാട് കണ്ടില്ലേ, എത്ര വീടുകൾ അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. 25 ലക്ഷം ഇതിന് ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കും. ഒരു കൊടുക്കാൻ കഴിയുമോ? എവിടുന്ന് എടുത്ത് കൊടുക്കും? കേരളത്തില് 70 ലക്ഷം കുടുംബങ്ങളുണ്ട്. ഇവരിപ്പോ എന്താ പറഞ്ഞ് കുറെ BJP ആയിട്ട് സഖ്യാണ്, പിന്നെ SDP ആയിട്ട് സഖ്യാണ്. അതില്ലല്ലോ. വർഗീയവാദികളായിട്ട് സഖ്യമില്ല. വോട്ട് ഇപ്പൊ ആര് ചെയ്താലും വേണ്ടാന്ന് പറയാൻ പറ്റുമോ? വോട്ടിനൊരു ഇതും ഇല്ല, ഐസക്കേടും ഇല്ല. ഉണ്ടോ? വോട്ടിന് നായരാണ്, തീയനാണ്, ഓന്റെ വോട്ട് വേണ്ടെന്ന് പറയാൻ പറ്റും. വടക്കേന്ത്യയിലൊക്കെ പോയി നോക്കി എന്താ നടക്കണേ? ആ സ്ഥലങ്ങളിൽ നോക്കി ഇത്ര സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. ഒരു ചായ കുടിക്കണോ? ചായ നിങ്ങൾ രണ്ടാളും വരെ ചായ കുടിച്ചോളൂ. UDF മൂന്നാം തവണ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പറയണ്ടല്ലോ നമുക്ക്. ജനങ്ങൾ ചിന്തിക്കട്ടെ. 3ാം തവണ കൊടുത്താൽ കഴിഞ്ഞി. ആര് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അയ്യോ, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. നമുക്കിപ്പോ UDF ജയിക്കും. ജയിക്കും. ഒന്ന് മാറണം, എന്നാലല്ലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. കുറെ കാലമായി ജോലി നോക്കണ്. LDF ജയിക്കും. ഓരോ കാര്യം ചെയ്തോണ്ട് ഇപ്രാവശ്യം ഇവിടെ UDF വരും ഭരണത്തിൽ. ഇവിടെ ഉമ്മൻചാണ്ടിന്റെ ഭരണത്തിൽ അതേപോലെ ഇവിടെ UDF ഇവിടെ ഭരണത്തിൽ വരും. അത്രയും നല്ല പാവപ്പെട്ടവരെ സഹായിക്കുന്ന പാർട്ടിയാണ് UDFും മുസ്ലിം ലീഗും ഒക്കെ. അധികാരം മാറ്റാണ് ഇവിടെ. ഈ തുടർഭരണം കൊണ്ടുള്ള വളരെയധികം പിണറായിൻ്റെ ഇവിടെ വളരെയധികം പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അക്രമങ്ങളും അനീതിയും ഒക്കെ ഉള്ള ഒരു ഭരണമാണ് UDF തന്നെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് UDF തന്നെ ജയിക്കണം. മൊത്തത്തിൽ LDF ജയിക്കണം. എന്നിട്ട് ഭരണം വരെ കൈമ കിട്ടണം, എന്നാലേ സാധാരണക്കാർക്ക് ഗുണമുണ്ടാവുള്ളൂ. ഇപ്പൊ എനിക്ക് 65 വയസ്സായി. ഈ 65 വയസ്സിൽ ഇത്രയും വികസനം കണ്ട ഒരു ഭരണം ഇവിടെ ആരും കണ്ടിട്ടില്ല. പാവപ്പെട്ടവരുടെ വയസ്സാൽ ഒരു നടക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർക്കുന്നുണ്ട്. വില നടക്കാൻ റേഷൻ കടയിൽ എല്ലാ മാസവും അരി കൊടുക്കാതെ ഒരു ദിവസമില്ല. വാഗ്ദാനങ്ങളല്ല നമുക്ക് വേണ്ടി. നമുക്ക് നമ്മളെ കാര്യങ്ങൾ എങ്ങനെ നിറവേറ്റാൻ കഴിയുമോ അതാണ് വേണ്ടി. UDF വരും. അധികാരം മാറ്റം ഉണ്ടാവുന്ന പല കാരണങ്ങളുണ്ട്. ജോലിയില്ല, തൊഴിലില്ല, കച്ചവടമില്ല, ഒക്കെ പോയില്ലേ. UDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഭരണം വളരെ മോശമാണ്. ആർക്കും ഇഷ്ടമല്ല ഈ പിണറായിന്റെ ഭരണം. അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കേണ്ട, ഇടതുപക്ഷക്കാർ വരെ ആഗ്രഹിക്കുന്ന UDF വരണം. നാടിന് നല്ല ഉപകാരം ചെയ്യുന്ന ആരാ ഓരോ ജയിക്കട്ടെ. അങ്ങനെയാണ്. അതാരാന്ന് ജനങ്ങൾ തീരുമാനിക്കും. തുടർഭരണം കുഴപ്പമില്ല, എന്നാലും മാറ്റം നല്ലതാണ്, അനിവാര്യമാണ്.